നമുക്കൊരു ട്രിപ്പ് പോയാലോ? പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയും കൂടിയാണ് കേട്ടോ ഇത്. ആദ്യം പോണില്ല വിചാരിച്ചിട്ട് പിന്നെ പോവേണ്ടി വന്നൊരു യാത്രയാണ് കേട്ടോ. എവിടെയാണെന്ന് പറഞ്ഞു തരണ്ടേ? പറഞ്ഞു തരാന്ന്. വെയിറ്റ്. ഇന്നുണ്ടല്ലോ നമ്മളെങ്ങോട്ട് പോയതെന്ന് അറിയോ? വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം ഹൈലൈറ്റ് മാൾക്കാണ് കേട്ടോ. അവിടെയാണ് ഞങ്ങളെ മാമൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും ചെമ്പി അങ്ങോട്ട് പോയി. എൻ്റെ പൊന്നോ, അവിടെ ഒന്നും കാണാൻ വയ്യ. എങ്ങോട്ട് തിരിഞ്ഞാലും കുറേ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നു. എന്താല്ലേ, അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഡ്രസ് കളക്ഷൻസിൻ്റെ കടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഡ്രസ് കളക്ഷൻസും കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നേ. പിന്നെ അവിടുന്ന് താഴേക്കൊരു വ്യൂ കാണായിരുന്നു. അതൊക്കെ എത്തണുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നു, എന്ത് രസാച്ചിട്ടാ. പല 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 ഈ മാറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫ്ലവർ പോട്ട്സ് വെറും 2059 രൂപയ്ക്ക് കേട്ടോ. നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഫ്ലവർ പോട്ട്സ് ആണ്. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ മോഡൽ പില്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറേ ഓഫർ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല വെറൈറ്റി ഓഫറിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കണ്ടാൽ പിന്നെ വീഡിയോ ഒക്കെ ഞാൻ മറന്നുപോയി. അതും കൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എന്തായാലും അടുത്ത വിശേഷമായി വീണ്ടും കാണാം. ഇതുവരേക്കും ബായ്. പിന്നെ കോഴിക്കോട് പോയാ എങ്ങനെ ബീച്ചൊക്കെ വേണ്ടിയിരിക്കുക? അതൊരു മസ്റ്റ് സ്ഥലമല്ലേ. ഇങ്ങനെ നിക്കണേന്ന് അറിയോ? ഓനക്ക് ബീച്ചൊക്കെ ഇറങ്ങാൻ പേടിയാണ്. ടാറ്റൊക്കെ തരാനോ ഓനക്കൊക്കെ നല്ല ഉഷാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പോയി നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചു. കിച്ചുനടി കയറാൻ അങ്ങോട്ട് തോന്നണില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ കളിക്കും ചിരിക്കും ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും മണലൊക്കെ തട്ടി പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ നേരത്തായിരുന്നു ഞങ്ങൾ കരിങ്കല്ല് ശില്പങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അമ്മാൻ്റെ വാപ്പയും പാടെ അത് ഫുള്ള് തപ്പി എന്താണെന്ന് കണ്ടുപിടിക്കായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ പോയിട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ അത്രത്തോളം ചടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേതാ സ്ഥലം എന്നറിയാം? ഇതാണ് കഴിച്ച് നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം മുട്ടായി തെരുവ് കേട്ടോ. ഇവിടെയാണെങ്കിലോ ഇല്ലാത്തൊരു സാധനമില്ല. വേണ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് എന്താ അവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്ര തിരക്കുണ്ടായിരുന്നേ. ഡ്രസ്സ് ആവട്ടെ ചെരുപ്പാവട്ടെ എന്താണെങ്കിലും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. ഞാനൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇച്ചൊരു ഷൂസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ. സ്കൂൾ റീ ഓപ്പണിംഗ് ഒക്കെ അല്ലേ, അതിന് പറ്റിയ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ബോക്സ് തൊട്ടിട്ട് ബാഗ് വരെ, ലഞ്ച് ബോക്സും എല്ലാം അവിടെ കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് ഭംഗി. പിന്നീട് ഞങ്ങൾ അങ്ങനെ മുട്ടായി തെരുവൊക്കെ പോയി വരുമ്പോഴാണ് ഈ ചാലിയാർ പുഴ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ കാണിക്കാൻ വിചാരിച്ചു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.